അധികരിച്ച ആളുകളും നരകത്തിലെത്താനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ഹബീബായ നബി തങ്ങൾ ചോദിച്ചപ്പോൾ സഹാബികൾ അദബിന്റെ മറുപടി പറയുകയാണ്, അല്ലാഹു വ റസൂലുഹു അഅലം, അറിയില്ലല്ലോ നബിയേ, അധികരിച്ച ആളുകളെയും നരകത്തിലെത്തിക്കുന്നത് എന്താണ്? ഉടനെ ഫഅഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിസാനഹു, നബി എന്ത് ചെയ്തു? തന്റെ നാവ് ഇങ്ങോട്ട് പിടിച്ചു. റസൂലുള്ള തന്റെ നാവ് ഇങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് പറയുകയാണ്, ബിഹാദാ, സഹാബ ശ്രദ്ധിക്കണേ, ഇതുകൊണ്ടാണ് ബഹുഭൂരിഭാഗം ആളുകളും നരകത്തിലെത്തുന്നതെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു ആ നാവ് കൊണ്ട് നരകത്തിലെത്തുന്നതിന് പകരം അള്ളാന്റെ സ്വർഗത്തിലെത്തിപ്പെടാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അതിന് തൗഫീക്ക് കിട്ടാൻ ഞാൻ നിങ്ങൾക്കൊരു ദിക്ർ എന്ന് പറഞ്ഞു തരട്ടെ. എന്ത് ചോദിച്ചാലും ഉണ്ടാതിരിക്കുന്ന ഒരു കൂട്ടര്. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല, ഒരു പ്രതികരണ ശേഷിയുള്ളവരായി മാറണം. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് റാഹത്ത് തരണേ റബ്ബേ. നാവ് കൊണ്ട് അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്ത വാക്കുകൾ വരാതിരിക്കാൻ ഞാൻ നിങ്ങൾക്കൊരു ദിക്ർ പറഞ്ഞു തരട്ടെ. ദിക്ർ പറയട്ടെ. ഏതാണ് ദിക്റെന്നല്ലേ? യാ ലത്തീഫു യാ അല്ലാഹ്, 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 യാ ലത്തീഫു യാ അല്ലാഹ്. നടക്കൂലേ? രണ്ട് ഇസ്മുകളാണ്. ഒന്ന് യാ ലത്തീഫു, പിന്നൊന്ന് യാ അല്ലാഹ്. യാ ലത്തീഫു യാ അല്ലാഹ്. ലുത്ഫ്, അല്ലാഹുവിന്റെ കാരുണ്യം, അല്ലാഹുവിന്റെ റിഫ്ക്, അല്ലാഹുവിന്റെ ദയ, അതാണ് നമ്മൾ തേടുന്നത്. നിയ്യത്ത് ചെയ്തോളൂ. നാവ് കൊണ്ട് റബ്ബിന് പൊരുത്തമുള്ളത് മാത്രം പറയാൻ തൗഫീക്ക് കിട്ടണം. ആ നിലയിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് പേമാരി പോലെ നമുക്ക് പെയ്ത് കിട്ടണം. അല്ലാഹ് എന്ന ആ ജലാലിയത്തിന്റെ ഇസ്മു കൊണ്ട് ദുനിയാവും ആഖിറവും രക്ഷപ്പെടണം. ഇതിന്റെ വെളിച്ചം ഖൽബിലേക്ക് കടന്നു കിട്ടണം. ആ ഒരു നിയ്യത്തോടുകൂടെ അടുത്ത ബുധനാഴ്ചയാകുമ്പോഴത്തേക്ക് നമുക്കിത് ചൊല്ലി തീർക്കാം. അല്ലാഹു തൗഫീക്ക് തരട്ടെ. അല്ലാഹു ഭാഗ്യം തരട്ടെ. ഒന്ന് ചൊല്ലി ഒരു 11 തവണ മനസ്സറിഞ്ഞപ്പോ തന്നെ. യാ ലത്തീഫു യാ അല്ലാഹ്, 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 യാ ലത്തീഫു യാ അല്ലാഹ്. സ്വീകരിക്കണേ റബ്ബേ, തൗഫീക്ക് നൽകണേ റബ്ബേ. എന്താ നിങ്ങളുടെ അഭിപ്രായം? കഴിയൂലേ? എല്ലാ ദിവസവും ഒരു കുറഞ്ഞൊരു 10 മിനിറ്റ് അതിനു വേണ്ടി നീക്കിവെക്കി അടുത്ത ബുധനാഴ്ച വരെ. അള്ളാഹുവേ, ഇതിന്റെയൊക്കെ ഒരു പുണ്യവും തൗഫീക്കും എത്രയാണ് റബ്ബേ. അള്ളാഹു കബൂലാക്കട്ടെ. നമുക്ക് അസറിന് ശേഷം അടുക്കളയിലായിരിക്കുമല്ലോ ജോലി. ആ സമയത്ത് ഈ ദിക്റുകൾ അങ്ങനെ ചൊല്ലാലോ, ഈ ദിക്റുകൾ നമുക്കങ്ങനെ ചൊല്ലാലോ മുഅ്മിനെ. ഇൻഷാ അല്ലാഹ് അങ്ങനെയൊക്കെ ഒരു ആഗ്രഹവും നിയ്യത്തും നമുക്ക് വേണം. ഇതൊക്കെ ആഖിറം രക്ഷപ്പെടാനും ദുനിയാവിന്റെ പ്രതിസന്ധികൾ തീർന്നു കിട്ടാനും നല്ലൊരു മരുന്ന് പറഞ്ഞു തരാണ്. അതൊരു വലിയ മുതൽക്കൂട്ടായി സ്വീകരിക്കണം. അല്ലാഹു തൗഫീക്ക് തരട്ടെ. അല്ലാഹു തൗഫീക്ക് തരട്ടെ. നാവിന് നല്ല നിയന്ത്രണം കിട്ടാൻ ഈ ദിക്ർ ഉപകരിക്കും. അതാണ് 4 വിഭാഗത്തെ സ്വർഗം ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞതിൽ രണ്ടാമത്തെ വിഭാഗം വഹാഫിളിൽ ലിസാൻ. നമ്മളൊക്കെ പലപ്പോഴും ഇനി ഗീബത്തൊന്നും പറയരുത് എന്ന് വിചാരിച്ചാലും സാഹചര്യങ്ങളിൽപ്പെട്ട് അറിയാതെ അങ്ങനെ
പറഞ്ഞു പോകും. ആരെങ്കിലുമൊക്കെ പറയുമ്പോണ്ട് കൂടി പറഞ്ഞു പോകും. പടച്ചോനെ, എന്നിട്ട് നമ്മൾ പറയും ചെയ്യും, ഇല്ലാത്തൊന്നുമല്ലല്ലോ, ഉള്ളതല്ലേ പറയണത്. ഈ ഉള്ളത് പറഞ്ഞാലും അത് അന്യർക്ക് ഇഷ്ടല്ലെങ്കിൽ അതന്നെയാണ് എന്ത് ഗീബത്ത്. ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ എന്നാൽ പോലും നമ്മുടെ നഫ്സിന്റെ ഒരു സുഖം മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ പിശാച് നമ്മളെ കൽബിലേക്ക് ഇട്ടുതരികയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിപൂർണമായ കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു പരിപൂർണ കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. മൂന്നാമത്തെ വിഭാഗമേതാണ്? വമുത്ഇമിൽ ജിയാൻ, വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകലാണ്. വിശന്നവർക്ക് ഭക്ഷണം നൽകുക അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്. അങ്ങനെയുള്ളവരെ സ്വർഗം ആഗ്രഹിക്കും. സ്വർഗത്തിനും അത്തരക്കാർക്ക് ഭക്ഷണം നൽകാൻ താല്പര്യമുണ്ടാകുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാന്റെ പകലിൽ വിശന്നവർക്ക് എന്ത് ചെയ്യണ്ട? റമളാന്റെ പകലിൽ വിശന്നവർക്ക് എന്ത് ചെയ്യണ്ട? അവരേത് മതസ്ഥരാണെങ്കിലും ശരി, റമളാന്റെ പകലിനൊരു ഹുർമത്തുണ്ട്, ആദരവുണ്ട്, ബഹുമാനമുണ്ട്. അതുകൊണ്ട് ആ പകലിൽ പ്രായപൂർത്തിയായ നോമ്പ് നിർബന്ധമുള്ള ഒരാൾക്കും ഭക്ഷണം കൊടുക്കാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതാരാണെങ്കിലും ശരി. എന്നാൽ അങ്ങനെ വിഷന്നൊട്ടിയ വയറുമായി നിൽക്കുന്ന ഒരാളെ നല്ല നിലക്കൊക്കെ ഒന്ന് നോമ്പ് തുറപ്പിക്കാൻ കഴിയുമെങ്കിൽ അതിനുള്ള ഒരു ശ്രമവും നമ്മൾ നടത്തണം. അതൊക്കെ വലിയ പുണ്യപ്പെട്ട അമലും പരലോക വിജയത്തിന് ഏറ്റവും നല്ലതുമാകുന്നു. അല്ലാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതൊക്കെ ഒരു നല്ല സ്വഭാവത്തിൽപ്പെട്ടതാണ്. അടുത്ത കുടുംബങ്ങളെയൊക്കെ ഒന്ന് വിളിച്ച് നോമ്പ് തുറപ്പിക്കുക, നാട്ടിലുള്ള ആലിമ്യങ്ങളെ വിളിച്ചിട്ട് നോമ്പ് തുറപ്പിക്കാൻ പറ്റുമെങ്കിൽ നോമ്പ് തുറപ്പിക്കുക, അയൽവാസികളെ വിളിച്ച് നോമ്പ് തുറപ്പിക്കാൻ പറ്റുമെങ്കിൽ നോമ്പ് തുറപ്പിക്കുക. കഴിയുന്നവർ അതിനൊക്കെ ശ്രമിക്കണം. അതിലൊക്കെ വലിയ ബറക്കത്തുണ്ടാകും. ഒരുതരം മടിയും അസ്വസ്ഥതയും അതിലൊന്നും വരാതെ സൂക്ഷിക്കണം. അള്ളാഹു എല്ലാ നന്മയിലും പങ്കാളികളാവാൻ നമ്മളിൽ ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് വമുത്ഇമിൽ ജിയാൻ, വിശന്നവർക്ക് ഭക്ഷണം നൽകുന്നവരാണ്. അവരെയും സ്വർഗം ആഗ്രഹിക്കുന്നതാണ്. നാലാമത്തെ വിഭാഗമോ വസ്സായിമീന ഫീ ശഹരി റമളാൻ, നോമ്പുകാരായി ഇവിടെ എത്തിയവരെ സന്തോഷിക്കണേ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ് വസ്സായിമീന ഫീ ശഹരി റമളാൻ, റമളാൻ മാസത്തിൽ നോമ്പെടുക്കുന്നവരില്ലേ, അവരോട് സ്വർഗത്തിന് വലിയ താല്പര്യമാണ്. സ്വർഗം അവരെ ആഗ്രഹിക്കുന്നതാണ്, കൊതിക്കുന്നതാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നോമ്പ് അല്ലാഹു ആ നിലക്കുള്ള നോമ്പാക്കി തരട്ടെ. നമ്മുടെ നോമ്പിനെ അല്ലാഹു ആ നിലക്കുള്ള നോമ്പാക്കി തരട്ടെ. അങ്ങനെ നോമ്പ് സ്വീകരിക്കാതിരിക്കാൻ കാരണമാകുന്ന എല്ലാ വാക്കുകളെ തൊട്ടും എല്ലാ പ്രവർത്തനങ്ങളെ തൊട്ടും പടച്ച റബ്ബ് നമ്മളിൽ ഓരോരുത്തർക്കും പരിപൂർണമായ കാവൽ നൽകട്ടെ. അപ്പൊ 4 വിഭാഗത്തെ ഞാൻ പറഞ്ഞു. കേൾക്കണില്ലേ? കേൾക്കണില്ലേ? സ്വർഗം കൊതിച്ചുകൊണ്ടിരിക്കുന്ന, സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന 4 വിഭാഗത്തെ ഞാൻ പറഞ്ഞു. ഒന്ന്, താലിൽ ഖുർആൻ പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ ഓതുന്നവർ. ആ സ്വഭാവം അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ. 2, ഹാഫിലുൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കുന്നവർ. കളവ് പറയൂല, ഗീബത്ത് പറയൂല, നമീമത്ത് പറയൂല, പ്രശ്നം ഉണ്ടാക്കുന്ന, ഫിത്നകൾ ഉണ്ടാക്കുന്ന വാക്കുകൾ പറയൂല. പടച്ചോനെ, അങ്ങനെയൊക്കെ ഞങ്ങളിൽ പലരും ഞങ്ങളെ നാവ് കൊണ്ട് പലപ്പോഴും പറഞ്ഞു പോകുന്നുണ്ടല്ലോ. നീ ഞങ്ങൾക്കൊരു കാവൽ നൽകണേ റബ്ബേ. നീ ഞങ്ങൾക്കൊരു കാവൽ നൽകണേ റബ്ബേ. ചിലപ്പോ പറയാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇല്ലാത്തതൊന്നല്ലല്ലോ എന്ന് പറയുന്നവരില്ലേ? ഞാൻ ഉള്ളതല്ലേ പറയുന്നെന്ന് പറയുന്നവരില്ലേ?
കൂലി എപ്പോഴാണെന്നറിയോ? ഒരു സാഹചര്യം ഇല്ലാത്തോടത്ത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് പറയേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അള്ളാഹ്ക്ക് വേണ്ടി ക്ഷമിച്ചു, അള്ളാഹ്ക്ക് വേണ്ടി സഹിച്ചു. അള്ളാഹ് എന്ന ചിന്തയിൽ എൻ്റെ നാവ് കൊണ്ട് ഞാൻ നേടേണ്ടത് നരകല്ല സ്വർഗാണെന്ന ചിന്തയിൽ ദിക്റുല്ലാഹിലായി നാവിനെ ചലിപ്പിച്ചു. അള്ളാഹ്ക്ക് വെറുപ്പുള്ളതിൽ നിന്ന് നാവിനെ പൂർണ്ണമായും നിയന്ത്രിച്ചു. ഇതാണ് ഹാഫിളുൽ ലിസാൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. മൂന്നാമത്തെ വിഭാഗം പടച്ചോനെ, മൂന്നാമത്തെ വിഭാഗം ഉറങ്ങിയോ? ആരാ? ഇത് 2 പറയുമ്പോഴത്തേക്ക് 1 മറക്കും, 3 പറയുമ്പോഴത്തേക്ക് 2 മറക്കും, 4 പറയുമ്പോഴത്തേക്ക് 3 മറക്കും. അങ്ങനെയാണ് പിന്നെ ഈ പണിക്ക് നിൽക്കാത്ത നല്ലതെന്ന് തോന്നുന്നു. ആരാണ് മൂന്നാമത്തെ വിഭാഗം? മുത്തീമുൽ ജിയാൻ, വിശന്നവർക്ക് ഭക്ഷണം നൽകുന്നവരാണ് നാലാമത്തെ വിഭാഗം. വസ്സായിമീന ഫീ ശഹ്രി റമളാൻ, പുണ്യ റമളാനിൽ നോമ്പെടുക്കുന്നവരാണ്. ആ യഥാർത്ഥ സ്വായിമീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്.